ആദിൽ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്. ആദിൽ ഇഷ്യൂ എന്ന് പറഞ്ഞാല് ഇവർ ടിക്കറ്റ് എടുക്കാണ്ട് മലപ്പുറത്തുനിന്ന് ഇവർ കയറി കൊച്ചിയിലേക്ക് കയറി. ആരല്ലോ? ആദിലും മമ്മുവും ജാസിയും. ഇതിൽ മെയിൻ പ്രശ്നക്കാരൻ ആദിലാണ്, അല്ല സോറി, മമ്മു ആണ്. അപ്പൊ ഇവർ കയറി. അപ്പൊ കയറി എന്ന് വെച്ചാൽ സാധാരണ നമ്മള് പെട്ടെന്നായിരിക്കും ഇതാക്കല്, അതായത് പെട്ടെന്നായിരിക്കും നമ്മള് ടിക്കറ്റ് എടുത്ത് കയറുന്നത്. അത് നമ്മൾ അധികം പ്ലാൻ ചെയ്ത് 2 ദിവസം ഇതൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ചിലപ്പോൾ ഇപ്പൊ ചിലപ്പോൾ പോകും, ചിലപ്പോൾ നാളെ വരും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യലൊന്നുമില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് TTRന് പൈസ കൊടുത്ത് കൺവേർട്ട് ചെയ്യല. ഇങ്ങനെ കുറെ ആൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്യല്. ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഈ പരിപാടി നമ്മൾ ചെയ്യല്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇവർ കയറി. അപ്പൊ കയറി ഒരു TTR എന്ത് ചെയ്തു? TTR ഇവരുടെ അടുത്ത് എന്തോ ചൂടായിട്ട് എന്തോ പറഞ്ഞു, ഇങ്ങനെ നടക്കൂല. അപ്പൊ ഇവരുടെ അടുത്ത് ആദ്യം ആരും ഏതോ TTR പറഞ്ഞു പോലെ കയറിക്കോ, ഇത് മാറ്റിത്തരാം. എന്നിട്ട് വേറെ ഏതോ TTR കണ്ടു. വേറെ ഏതോ TTR പറഞ്ഞു ഇത് നടക്കൂല, ഇതെന്താ സ്റ്റോപ്പ് കോൺ, അവിടെ കാര്യം ചോദിച്ചാലേ പറയുന്നത്. അങ്ങനെ നടക്കൂല, സീനാക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ എന്ത് ചെയ്ത്, പിന്നെ എന്തല്ലോ ജാസീന്റെ മുടിയെല്ലാം കണ്ടിട്ട് ഇവൻ കഞ്ചാവാന്ന് അങ്ങനെ എന്തോ രീതിയിൽ സംസാരിച്ചു പോലും. അങ്ങനെ എന്തോ രീതിയിൽ സംസാരിച്ചു. അപ്പൊ എന്ത് ചെയ്ത് ഇവർക്ക് ഇതായിട്ട് അപ്പാട് അതിൽ കയറി ലൈവ് ഇട്ടാരെന്തായി, മമ്മു കുറച്ച് ഓവറായി. മമ്മുവിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, ലൈവ് ഓണായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓവറാകുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ മമ്മു കുറച്ച് ഓവറായി. അങ്ങനെ ഓവറായപ്പോ എന്തായി, ഇത് കുറച്ച് സീനായി. അങ്ങനെ പോലീസുകാർ കേസാക്കും എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, ലാസ്റ്റ് ഞാനും തൊപ്പിയും എൻ്റെ ഹോസ്റ്റലും കൂടി ഒരാളെ അങ്ങോട്ടേക്ക് അയച്ചു. ഒരു മിലിറ്ററിയിലുള്ളയോ ഒരാളെ അങ്ങോട്ടേക്ക് അയച്ചു. ഒരാളെ അയച്ചു, ദേവസ്വം ബോർഡിലുള്ള ഏതൊരു പിടിപാടുള്ള ഒരാളെ അയച്ചു. പക്ഷെ എന്താ അതിലൊന്നും കാര്യം ഉണ്ടായില്ല. എൻ്റെ ഇപ്പൊ എന്തോ കേസായി തോന്നുന്നു. ഇല്ല, കേസായില്ല, എന്തോ ഫൈൻ അടക്കം എന്തോ പരിപാടി. ഈ ഒരു വീഡിയോയിൽ തന്നെ മമ്മൂൻ്റെയൊക്കെ ഫ്രണ്ട് തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് മമ്മു കുറച്ച് ഓവറാക്കിയതാണ് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർക്കെതിരെയൊക്കെ കേസൊക്കെ വന്നേക്കുവാണ്, ഫൈനൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരു നോർമലായിട്ട് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളായിരുന്നു. ഇങ്ങനെ ലൈവ് വന്ന് ഇതൊക്കെ ഭയങ്കര രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അത് കുറച്ച് മമ്മു ലൈവ് ഓണാക്കിയത് ഭയങ്കരമായിട്ട് അവൻ ഷോ ഓഫ് ഇറക്കിയതാണ് എന്നാണ് ഈ ഒരു കൂട്ടുകാരൻ തന്നെ പറയുന്നത്. ഇത് തന്നെയാണ് കുറേയധികം പേര് കമൻസിലൊക്കെ പറയുന്നത്. ഇത്രയും വലിയ ഒരു ഇഷ്യൂ ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അത് മമ്മു കുറച്ച് വലിയ സീനാക്കി എന്നതാണ് ഇപ്പം ഫ്രണ്ട് തന്നെ പറയുന്നത്.